നിങ്ങളാരും കാണാത്ത നടീനടന്മാരുടെ പഴയകാല വീഡിയോകൾ. ആദ്യത്തേത് ബേസിൽ ജോസഫ്. മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നടനുമാണ് ബേസിൽ ജോസഫ്. താരത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു വീഡിയോ ഇതാ. ഒരു മലയാള തമിഴ് ചലച്ചിത്ര അഭിനേത്രിയാണ് നസ്രിയ നസീം. നസ്രിയ തന്റെ പ്രൊഫഷണൽ ജീവിതം തുടങ്ങുന്നത് ഒരു ടെലിവിഷൻ അവതാരകയിലൂടെയാണ്. കൂടാതെ നല്ലൊരു ഗായിക കൂടിയാണ്. ഒരു മലയാള ചലച്ചിത്ര നടനാണ് ഷെയ്ൻ നിഗം. നടനും ഹാസ്യനടനുമായ കലാഭവൻ അഭിയുടെ മകൻ കൂടിയാണ്. ഒരു നല്ല ഡാൻസർ കൂടിയാണ് താരം. 2007 ലോഹിതാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. ഒരു പരസ്യ ചിത്രത്തിനിടയ്ക്ക് ലോഹിതാസ് ഭാമയെ കാണാനിടയാവുകയും പിന്നീട് തന്റെ ചിത്രത്തിൽ അവസരം നൽകുകയും ചെയ്തു. ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്തിലേക്ക് എത്തിയത്. ആദ്യകാലങ്ങളിൽ ആങ്കറായിട്ട് തുടങ്ങി. മീര നന്ദൻ. മലയാളം ടെലിവിഷൻ പരിപാടികളുടെ അവതരണത്തിലൂടെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവേശിച്ച മീര മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. അതായത് ജ്യൂസ് ആയിട്ടും കഴിക്കാം, ഫ്രൂട്ട് അല്ലെങ്കിൽ വെറുതെ കഴിക്കാലോ. എന്നെ കുഴപ്പിച്ചല്ലോ ചോദ്യം. അനന്യ. 2008 പോസിറ്റീവ് എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. അമ്പെയ്ത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ 2 തവണ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. മോട്ടോർ സൈക്കിൾ റേസിംഗിന് അനന്യ തൽപരയാണ്. ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിൽ വിദഗ്ധയാണ് അനന്യ. മാറ്റിയത് ആണ് എൻ്റെ ഒറിജിനൽ. ടൊവിനോ തോമസ്. മലയാള ചലച്ചിത്ര അഭിനേതാവും മോഡലുമാണ് ടൊവിനോ തോമസ്. അരുൺ ഋഷി സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിലൂടെയാണ് അഭിനയ രംഗത്തേക്കുള്ള വരവ്. ശോഭന. ഇന്ത്യൻ അഭിനേത്രിയും ഭരതനാട്യ നർത്തകിയുമാണ് ശോഭന. മലയാളം, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിലും അഭിനയ രംഗത്ത് സജീവമായിരുന്നു. അശ്വതി അശോക്. മലയാളം നടിയും ടെലിവിഷൻ അവതാരകയുമായി അറിയപ്പെടുന്നത്. ജീവൻ ടിവിയിലെ തിരേ തെൻട്രൽ എന്ന പരിപാടിയിലൂടെ അവതാരകയായി പ്രവർത്തിച്ചതിലൂടെ ബാലതാരമായും ടെലിവിഷൻ അവതാരകയായും അവർ സിനിമാ മേഖലയിൽ അറിയപ്പെട്ടു. അനശ്വര രാജൻ. ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖ യുവനടിമാരിൽ ഒരാളാണ് അനശ്വര രാജൻ. ഡോക്ടർ എബി പോളിനും കോർഡിനേറ്റ് ചെയ്യുന്ന കലോത്സവത്തിന് ഓർമ്മ ഞാൻ സ്കൂള് വരെ കലോത്സവത്തിന് പോയി. മമിത ബൈജു. 2017 വേണുഗോപാലൻ സംവിധാനം ചെയ്ത സർവോപരി പാലക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. മലയാള ചലച്ചിത്ര രംഗത്തെ 2 സഹോദരങ്ങളാണ് വിനീതും ധ്യാൻ ശ്രീനിവാസും. ഇതിഹാസ തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസിന്റെ മക്കളാണ് ഇരുവരും. നിന്റെ ഏട്ടത്തിമ്മയായിട്ട് മീര യാസ്മിൻ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും? ഒരു ഇന്ത്യൻ നടിയും മോഡലുമാണ് സമന്ത റൂത്ത് പ്രഭു. തെലുങ്ക്, തമിഴ് സിനിമാ മേഖലയിൽ അഭിനയിച്ചുകൊണ്ട് അഭിനയ ജീവിതം ആരംഭിച്ചു. ஆஷிகா அம்மா பொறுத்தவரை தங்க நகை வீட்டுக்கு வரணும், அப்பாவுக்கு தரமானதா இருக்கணும், எனக்கு டிசைன். പേർലി മണി. കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വീഡിയോ ജോക്കിയും ടെലിവിഷൻ അവതാരകയും നടിയുമാണ് പേർലി മണി. D4 ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് ശ്രദ്ധേയമായത്. ഫഹദ് ഫാസിൽ. മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നടനും നിർമ്മാതാവുമാണ് ഫഹദ് ഫാസിൽ. കാളിദാസ്. മലയാള ചലച്ചിത്ര അഭിനേതാവും താരജോഡികളായ ജയറാം പാർവതി ദമ്പതികളുടെ മകനുമാണ് കാളിദാസ് ജയറാം. അതെന്താ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആക്ട് ചെയ്തിട്ട് എല്ലാരും പറയുന്ന ഞാൻ. ദുൽഖർ സൽമാൻ.